എവിടെ പോയി അതാ നിൽക്കണു കണ്ടോ ആൺമയിലാണേ അവിടെ കട്ടെ അവിടെ കട്ടെ ആൺമയിലേ മയിലും എന്താ ഒരു തള്ളി 5 കുട്ടികളും ഒരാൺമയിലും ടൂർ വന്നതായിരിക്കും തോന്നുന്നു. ഓ അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇന്ന് നമ്മള് കൈ സഹായം മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യലാണ്. എന്താ കനാലില് വെള്ളം കമ്മിയായിട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂര്യയുടെ തലമുടി കണ്ടിട്ടേ ഏതോ ഒരു സിനിമയില് വടിവേലുവിന്റെ മുടി കണ്ടിട്ടില്ലേ ഇതെങ്ങനെ നിക്കണത്. അപ്പൊ എന്തിനാണ് ദിവസം ഷാമ്പു ഇടുന്നത്? ദിവസം ഇങ്ങനെ ഷാമ്പു വയ്ക്കാൻ പാടില്ല സൂര്യ, മുടി കേട് വരും. അവിടെ കൊണ്ടേ ഇറക്കണ്ടേ? അറിഞ്ഞോ പൂച്ച നിന്നെ ചെയ്ത് എന്തെന്നെ സൂര്യ ഇത് ചുവന്ന എണ്ണയല്ലോ, എഞ്ചിന് ഓയിൽ പോലെ ഉണ്ട്. എന്താ സാധനം ചുവന്ന കളറ? പുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. വെറുതെ അല്ല, നോക്ക് വെയ്യാതെ കിടക്കത്. പിന്നെ ഈ വെയിലത്ത് വെയ്യാൻ എടുക്കില്ല, തണുപ്പത്തോടെ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്കി. തണുപ്പ് കൊണ്ട് കിടക്കായിരിക്കും, അതവിടെ കിടന്നോട്ടെ. ഇനി അതിന് ഇടങ്ങാറാക്കാൻ നിൽക്കണ്ടേ? ഇടങ്ങാറാക്കില്ലട്ടാ, വെയ്യാണ്ട് കിടക്കാച്ച നമ്മള് നോക്കണ്ടേ. പിന്നെ എന്ത് ചന്ത അത് കിടക്കണോക്ക്. അല്ല എന്നാ ബാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കണ്ടോ ഇവിടെ കനാലിന്റെ അപ്പുറത്താ. ഞാൻ അവിടെ കൊണ്ടുപോയി അരയ്ക്കാം. മുളകും മല്ലിയും അപ്പോൾ മിക്സി പഴയതായിട്ടാണ്. നിങ്ങൾക്ക് കാണിച്ചു തരണോ? നമ്മുടെ ഇവിടെ ഇപ്പം മയിലുകൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. മയിൽ വന്ന് അതേട്ടാ അതെന്താ പോവാത്തത്? ഇതിനെന്താ വയ്യായ ഉണ്ടോ? അതിനൊരു വയ്യായി ഉണ്ടാവില്ല, എവിടേക്കാ ചില പോണ് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അതൊന്നും കാണില്ല ഇതില്. അമ്മേ അതാ 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 2 3 4 കണ്ടോ 5 എണ്ണം ഉണ്ട് കണ്ടോ. ഇതാ ഇവിടെ നിൽക്കണ് പാവം മക്കളെ. ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എറിഞ്ഞത്. അങ്ങോട്ട് വായോ കണ്ടോ. 5 6 എന്നല്ല 10 12 എണ്ണം ഉണ്ട്. 10 12 ഉണ്ടമ്മാ. അങ്ങനെ വലുതായി കഴിഞ്ഞ വെച്ചല്ലേ മയിലോടത്ത് പാമ്പുണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ആൺമയിൽ തന്നെ നോക്കിയോക്ക് എത്ര എണ്ണാന്ന്. പിന്നെ അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞതേ 10 15 എണ്ണം ഉണ്ടെന്നേ. നമ്മുടെ ഇവിടെ മയില് അതേപോലെ അതാ കണ്ടോ. അവര് കണ്ടോ ചുട്ടിട്ട് കടക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ. അയ്യോ ഞാൻ എന്താന്നറിയോ, കൂട്ടുകാർ കാണാത്ത കൂട്ടുകാർക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാണാത്ത കൂട്ടുകാരല്ലേ ഇപ്പൊ ലോകം. ഞങ്ങളുടെ നാട് മുഴുവൻ മയിലും പന്നിയാണ്. പിന്നെന്താ മയില് കാണണ്ടേ? കോഴീനെക്കാൾ കൂടുതൽ മയിലാണ്. ചപ്പിലക്കോഴീനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചപ്പിലക്കോഴീനെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞു ചപ്പിലക്കോഴീന്ന് കാണാൻ കിട്ടില്ല, ഈ മയിലിങ് ഉണ്ടാവണ്ടായിരിക്കും. മുട്ടയൊക്കെ കൊത്തി കുടിക്കണ്ടാവും. ചപ്പിലക്കോഴികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. തേനീച്ചേനോണ്ട് സുന്നെ കൂട് കൂട്ടാൻ പറ്റും നോക്കായിരിക്കും ചിലപ്പോ. അതന്നെ പറഞ്ഞ മുടി കൂടി കണ്ടിട്ട് കൂട് കൂട്ടാൻ പറ്റും നോക്കണുണ്ട്. ഇതെന്ത് മരാണോ വെച്ചിട്ട് പച്ച കളറും ഒക്കെ പാടെ കണ്ടപ്പോ ചെടിയാണ് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ തുണി മാറ്റ്, ആ കളർ കണ്ടിട്ടാണ് ഏതോ ചെടി അടിച്ചിട്ടാണ് അറിയാം. ആകെ എന്തോ പോലെ എന്താണ് ഞാൻ അതിനെ അങ്ങോട്ട് ആട്ടുകയും ചെയ്തു, ഐറ്റങ്ങളൊക്കെ പോവുകയും ചെയ്തു. അതിപ്പോ പോയി പറഞ്ഞപ്പോ അവര് അപ്പുറത്ത് പോയി നിൽക്കണ്ടോ അതേപോലെ. അതാ അവിടെ വന്ന് കിടന്നക്കണേ കണ്ടോ, അതിലുണ്ട് കണ്ടോ. അവിടെ കിടക്കട്ടെ, ഇനി ആട്ടാന്ന് കരുതിട്ടോ. ഇല്ല അവർക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഈ സൗണ്ടൊക്കെ കേൾക്കുന്നല്ലേ നമ്മുടെ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഓടിന്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരിക്കും. ഓടിന്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നു കഴിഞ്ഞാൽ മുക്കോട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് തിരിയാൻ തുടങ്ങും. പിന്നെ മഴ പെയ്യുമ്പോ അല്ലേ ഒരു തുള്ളി വെള്ളം പുറത്തു പോയില്ല. ഞാൻ പറഞ്ഞില്ലേ അതന്നെ സുഖന്യ. ആദ്യം നീ തുണി മാറ്റിക്കോ, എന്തോ ചെടിയാണ് പറഞ്ഞിട്ടാണ്. ചെടിയല്ല ഏട്ടാ, ആ കൂട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും കൂട് കൂട്ടാൻ പറ്റുമോ വിചാരിച്ചിട്ടാവും മുടിയില്.
ഇതിന് കടലാസൊക്കെ വേഗം കളഞ്ഞോ? സ്കൂൾ വിട്ട് വരുമ്പോ കണ്ടു കഴിഞ്ഞാ അതോ കുഞ്ഞ ഐസാണല്ലോ അത്. ചാത്തപ്പ നോക്കി നിക്കണുണ്ടോ? ഇത് എന്ത് കൂത്ത് പറഞ്ഞിട്ട് അരച്ചിട്ടെ. അത് ശരി, സുകന്യക്കുണ്ടോ? എന്താ നമ്മളെ എന്താ എന്നിട്ട് 10 എവിടെ ഒന്നും വാങ്ങിച്ചില്ല. തേങ്ങയും ചെറിയുള്ളി ഇതെന്താന്ന് മനസ്സിലായോ? മുളകും മല്ലി വറുത്ത് അരയ്ക്കാനുള്ളതാണ് കേട്ടോ. നമുക്കിത് അവിടെ പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് വരാം. ഏട്ടൻ വരണോ? ആ കത്തി എവിടെ? മീനൊന്ന് പറയാന്. ഏതാ കുഞ്ഞു കൊണ്ട് കഞ്ഞിമാരി വേണോ ചോറ് പോലെ വേണോ? എന്താ സുകന്യക്ക് നൂഡിൽസ് ഉണ്ടാക്കുക സുകന്യാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കും. എന്താ സത്ത്, ആരോഗ്യത്തിന് ഗംഭീരമുള്ള അതിന്റെ ഒരു ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇന്ന് അമ്മൂനുള്ള വേറെ ഉണ്ടാക്കി കമ്മു. അതന്നെ ഈ അമ്മൂന് നാളെ എക്സാം തുടങ്ങുകയാണ് കേട്ടോ. നല്ല വെള്ളം ഉണ്ട് അവിടെ. അപ്പൊ മീൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ വേഗം മത്തി. നീ കിച്ചൂട്ടനാണ് എന്തെങ്കിലും വേറെ അതൊന്നും വരയണമെന്നൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം മസാല പിടിക്കും. മസാല പിടിക്കും, നല്ലതാ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ വരയുന്നത്. മീനല്ലേ അതാ ചില്ലറ പൈസ. അടുത്ത പോക്കുള്ളതായി കുഞ്ഞ. ചെമ്പ് നിറയണല്ലോ വെള്ളം ഇല്ലേ? ചെമ്പ് നിറയെ വേണം വെള്ളം. പിന്നെ 3 നൂഡിൽസിന് നമ്മുടെ അച്ചുട്ടിയുടെയും കുഞ്ഞുണ്ണിയുടെയും പിറന്നാളാട്ടോ. അച്ചുവിന്റെ പിറന്നാൾ 20-ാം തീയതി, കുഞ്ഞുണ്ണിയുടെ പിറന്നാൾ 26-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ അമ്മൂല്ലേ അവർക്ക് അറിയാതെ വീഡിയോ എന്തായാലും അച്ചു കാണില്ല. അതുകൊണ്ട് പിന്നെ പേടിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അച്ചുവിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. അത്രേ എല്ലാ പ്രാവശ്യം അമ്മൂന് അച്ചുല്ലേ പറയാതെ വാങ്ങിക്കൊടുന്ന് കൊടുക്കും. എന്താ സുവന്യ നീ ഇങ്ങനെ ഇല്ല പാട്ട് പാടണ്ട. 5 പൈസ ഇല്ലാത്തുള്ളൂ, 100 രൂപ ഇല്ലായില്ല. 5 പൈസയില്ല 6 പൈസയില്ല 5 ഇല്ല 6 ഇല്ല പറയും. എന്നിട്ടോ അൽഫാം വാങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ആയിരങ്ങൾ പുറത്തേടുകയും ചെയ്യും. ഇതിലെന്തൊക്കെയാണ് സുവന്യ? ഇതിലെന്തൊക്കെയാണ്? പിന്നെ ഉള്ളി ഇടുന്നില്ലേ? പച്ചക്കറി ഇടുന്നില്ലേ? ബീൻസ് ഇടുന്നില്ലേ? ബീൻസോ? അതില് ബീൻസും വെളുത്തുള്ളി ഒന്നും ഉണ്ടാവില്ല. ആരുണ്ടാവില്ല. അതില് മുളകുപൊടി മല്ലിപ്പൊടി ചാറ്റ് മസാലയൊക്കെ തന്നെ ഉണ്ടാവും. ഈ കുഞ്ഞൻ മത്തിയില്ലേ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്താണ്ടല്ലോ. എന്നിട്ട് നല്ല മീൻകറി പാടില്ല. നമ്മള് മറ്റേ എന്ന വീഡിയോ ഇട്ടല്ല. അതൊന്നുകൂടെ ഒന്ന് വാങ്ങിക്കൊടുന്ന അവിടെ പോയി. ഒരു വലിയ പാക്കറ്റിനാണല്ലോ, ആരും കഴിക്കണ്ട. എടുത്തു, ഞാൻ എടുത്തു. പൂത്തോ? അത് എന്തെങ്കിലും ഉപയോഗിക്കണം. അപ്പൊ ഏട്ടാ എന്താ ചില സമയത്തേ നമുക്കിങ്ങനെ നൂഡിൽസ് കഴിക്കാൻ തോന്നിട്ട് വിശക്കുമ്പോ. പക്ഷെ ഇത് കഴിക്കണ അത്ര വലിയ നല്ലതൊന്നല്ല. അത്രയല്ല, ഒട്ടും നന്നല്ല. പക്ഷെ എന്നാലും നിങ്ങൾ തിന്നും അല്ലേ? എത്ര നന്നല്ലെങ്കിലും അതൊക്കെ പോട്ടെ. നമ്മൾ ഉണ്ടാക്കണ മീൻകറി അമ്മ ഉണ്ടാക്കണ മീൻകറിയും വേറെ കേട്ടോ. ഇപ്പൊ ഞാൻ അമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കുന്ന ഇവരെല്ലാരും പറയുന്നുണ്ട്. എന്താ അമ്മ ഉണ്ടാക്കണ അതേപോലെ കണ്ടോ? ഇപ്പൊ എല്ലാരും പറയും എന്ത് സാധനം ഉണ്ടാക്കുക വെച്ചാലും അമ്മ ഉണ്ടാക്കണോ. എന്താ ഒന്നും കണ്ടില്ല. അപ്പോൾ ഈ മീൻകറി ആയിപ്പോയി. മീനിടുന്ന മീൻകറി ആയിപ്പോയി. അപ്പോഴേക്കും മീനില്ല. കൂട്ടാനാവുമ്പോഴൊന്ന് കാട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് മീൻകറി വെക്കുക? ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറി വാങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുളി തിളപ്പിക്കുന്നതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുളി തിളപ്പിച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് ഉണക്കമുളക്. കുടംപുളി ഉണ്ടായിരുന്ന അവിടെ പള്ളിപ്പടിക്കൽ കടയിൽ കുടംപുളി കുറച്ച് വാങ്ങിട്ട് വരാം.
അത് കുടംപുളി ഇട്ട് വെക്കലും കുറവല്ലേ? ഏട്ടാ ആ അതെ ഇപ്പം എല്ലാവർക്കും പറ്റുന്നുണ്ട്. കൊടംപുളി ഇട്ടിട്ട് മീൻകറി വെച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പൊ. പൊറോട്ടയ്ക്കൊക്കെ നല്ലതാ അതാ. പക്ഷെ തേങ്ങ അരയ്ക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തേങ്ങ അരയ്ക്കാൻ പാടില്ല അതില്. എന്താ അത് മാത്രം സതിയേട്ടന് പറ്റില്ല. പക്ഷെ സതിയേട്ടന് എരിവ് തീരെ കമ്മിയായിട്ട് മീൻകറിയൊക്കെ വെച്ചാൽ സതിയേട്ടൻ കൂട്ടുട്ടോ. നല്ല എരിവ് വേണം, നല്ല രസം. മീൻകറി അങ്ങനെ വെക്കുമ്പോ അതേപോലെ ഞങ്ങള് ഓരോടത്ത് പോയപ്പോഴേ ബീഫ് അല്ല പന്നി കഴിച്ചില്ലേട്ടാ. എന്താ ടേസ്റ്റ് പറയട്ടാ. നമ്മള് എന്തോ രസാ. നമ്മൾ നെന്മാറ പോയപ്പോലെ കറുത്തിട്ട് അലുവ കഷ്ണം പോലെ ഉണ്ടായിരുന്നു ബീഫ്. ഓർമ്മ ഉണ്ടായിരുന്നേ? ബീഫാണോ പന്നിയാണോ? പന്നി 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 നല്ല രസം. ബീഫിന്റെ അയ്യ നല്ല രസം. അന്ന് സുരേഷ് ചേട്ടന്റെ വീട്ടിക്ക് നെന്മാറ പോയപ്പോഴേ മൂപ്പരാള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടമ്മ. ആരോ വരുന്നുണ്ട്. ജോ ചേച്ചിയാണ്. അവര് വീട്ടിൽ പോകുന്നു. ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമെങ്കിൽ നൂഡിൽസ് അവർ നിന്നോട്ടെ. നിങ്ങൾ അവിടെ നോക്കിയിട്ടുണ്ടാവും. തേങ്ങതാ വരുമ്പോ എന്തെങ്കിലും കൊടുക്കാണ്ട് വിടാൻ പറ്റുമോ? ഇന്ന് ഞാനില്ലേ അമ്മയുടെ അടുത്ത് കൂട്ടാൻ വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അമ്മ വെക്കുമോ എന്നുള്ളത്. നേരമല്ല പൊട്ടിച്ചിട്ടു. എന്താ സംഭവം? എത്ര മസാലയാണ് ഇതില്? അപ്പൊ അമ്മയുടെ അടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചതാണ് മീൻകറി. ഇതില് എരിവൊന്നും ഉണ്ടായില്ല. ഇതില് കാര്യമായിട്ട് എരിവൊന്നും ഉണ്ടായില്ല. ചാത്തപ്പൻ നൂഡിൽസിന്റെ മണം കേട്ടിട്ട് തോന്നുന്നുണ്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. അമ്മ ആണെങ്കിൽ ഒന്ന് നോക്കണം കൂടിയില്ല കുട്ടീനെ. കണ്ടോ തേങ്ങ ഇനി തേങ്ങ വാങ്ങി കിട്ടോളെ. എല്ലാത്തും കിട്ടിയില്ല. കിട്ടിയില്ല. തേങ്ങ നോക്കണ്ട. അത് സാരില്ല. നമ്മൾ ഇനി അമ്മയുടെ വീഡിയോ ഒരു ദിവസം മീൻ വാങ്ങുമ്പോൾ ചെയ്യാട്ടോ. മത്തിയില്ലേ, മത്തി നാടൻ പരലൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ്. അല്ലാത്തത് മീനും വെച്ചാൽ രസമൊക്കെ തന്നെ കേട്ടോ. ഇട്ടേ അവനൊന്ന് തൊടാൻ വേണ്ടിയിട്ടാണേ. അതൊന്നും പറ്റില്ല. ഇല്ല 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 ഒന്നും ചെയ്യില്ല. അവൻ പെണ്ണുങ്ങളെ വിളിക്കണേ. സോറി. ഇതേതടി ഇത്? കയ്യില്ലാത്ത ചുരിദാറോ? എനിക്ക് വേണ്ട. എന്താ സൂര്യ നീളം കുറവാണല്ലോ. പിന്നെ സൂര്യന് എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? സുകന്യ നൂഡിൽസ് ഉണ്ടാക്കണ കണ്ടുപഠിച്ചോട്ടോ. കാരണം സുകന്യ നൂഡിൽസ് അടിപൊളിയായിട്ട് ഉണ്ടാക്കും ലേട്ടാ. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല സൂര്യ ഇതുവരെ. സുകന്യെ ഏട്ടൻ കഴിച്ചിട്ടില്ല ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട്? പരീക്ഷ നോക്കാം. ഇങ്ങോട്ട് തന്നാ ഞാൻ തിന്നാ. മീൻകറിയുടെ കളർ കണ്ടോ? കുഞ്ഞിനെ കൊടുക്കട്ടെ. ഏട്ട കൊടംപുളി കുറച്ച് വാങ്ങണം കേട്ടോ. അപ്പോഴേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മള് ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കണത് എന്താണെന്നറിയോ? ഇപ്പൊ ഗോൾഡിനൊക്കെ നല്ല വില കൂടിയ സമയല്ലേ. സ്വർണ്ണ കച്ചവടമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അയ്യോ സ്വർണ്ണ കച്ചവടമല്ല കേട്ടോ. അപ്പൊ നമ്മള് ഗ്യാരണ്ടി ഐറ്റംസ് ഇല്ലേ, ഇപ്പൊ മാല, അതേപോലെ തന്നെ കമ്മല്, വളകള്, പാദസരം, മോതിരം, കൈച്ചെയിന്. അപ്പൊ അങ്ങനെ അതൊന്നും വാങ്ങിയിട്ടില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയയിലാണ്. കാരണം നമുക്ക് എല്ലാവർക്കും പറ്റിയൊരു മിതമായ റേറ്റിൽ ചേട്ടാ. അതിപ്പോ എത്ര എന്താ റേറ്റ് കിട്ടുകയെന്നൊന്നും അറിയില്ല. നമുക്ക് എന്താ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ സാധാരണക്കാർക്ക് ഇടാൻ പറ്റിയ മോഡലില് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള സാധനങ്ങൾ. കാരണമൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ഇടുന്നതുണ്ടല്ലോ, വളയെന്ന് വെച്ചാലും അതേപോലെ തന്നെ നമ്മൾ ഈ കഴുത്തിൽ മാലയെന്ന് വെച്ചാലും കമ്മലാണോ എന്ന് വെച്ചാലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഓരോന്ന് വാങ്ങണതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ഇപ്പൊ സ്വർണ്ണമൊക്കെ ആൾക്കാർക്ക് വിശ്വസിച്ചിട്ട് ഇടാൻ പറ്റുമോ? എന്താ വലിച്ചു പൊട്ടിക്കണോ? നമ്മുടെ ഇവിടെ പത്തിരിപ്പാല എന്ന് പറയുന്നത് കേട്ടില്ലേ, കാത് മുറിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഉള്ളതാണോ ഇല്ലേന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? അന്നത്തെ ആ വീഡിയോ നമ്മൾ കമൻറ്റിൻ്റെ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ യൂട്യൂബ് തന്നെ കുട്ടികളെ കുറേ നേരം കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ കമൻറ്റ് തനിയെ ഓഫ് ആക്കും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയൂ.
നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾ ഇനി വിഷു ഒക്കെ വരുന്ന സമയത്ത് നല്ല അടിപൊളി സെറ്റ് മുണ്ടുകൾ, അങ്ങനെ സെറ്റ് സാരികൾ, അപ്പോൾ അതും അങ്ങനെയുള്ളതും ഒക്കെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കാരണം വീട്ടിലത്തെ അമ്മേനെയൊക്കെ എല്ലാവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സുകന്യക്കാണോ ചിലൊക്കെ ഫ്രീ ആവില്ലേ? അതന്നെ മാമന്റെ മോനാണ് കേട്ടോ. എന്ത് ചെയ്യണ്? എവിടെ തന്നെ കണ്ട എന്താ ഇവിടെ ഞങ്ങള് പോയാലും ഞങ്ങള് പോവില്ല രാജു. എടാ ഇന്നെ ആട്ടിവിടണല്ലേ, ഇങ്ങോട്ട് വായോ. അങ്ങനെ ഒന്നും പോവില്ല രാജു. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടടാ. സർവമായാണ് ഇത് മാമന്റെ മോൻ രാജു ആണ് കേട്ടോ. രാജു നമ്മുടെ ആദ്യമൊക്കെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് ഇല്ല. ഇനി ഏപ്രിലിൽ വരും അല്ലേ? ഏപ്രിലിൽ അപ്പൊ നമുക്ക് വീഡിയോയിൽ വരാം. ഏപ്രിലിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഒക്കെ നടക്കുമോ ദൈവത്തിന് അറിയാം. നമുക്ക് ഇശയ്ക്ക് പോണട്ടോ. അമ്മായിയുടെ മീൻകറി, മത്തിക്കറിയടാ. ഇതാ കണ്ടാ, ഈ മത്തിക്കറി കൂട്ടിട്ട് കുറയില്ലേ? ഇന്ന് മീനായിരുന്നു. എന്ത് മീനാ? പേരുന്നാളൊന്നും കിട്ടാത്തതായിരിക്കും. കഷ്ണങ്ങളായിട്ടല്ലേ വരല്ലേ? അതെ, ചട്ടീരായത് കൊണ്ടാണത്. രാജു, ഈ ഏപ്രിൽ 3-ാം തീയതി വരില്ലേ? എന്താ ആലോചന? കൊടുക്ക്, വെള്ളം കൊടുക്ക്. എന്താ കട്ടായിട്ടോ. രാജു വെള്ളിയാഴ്ച ദിവസമൊക്കെ വിളിക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മ ഇത് ഇന്ന് വെള്ളിയാഴ്ച അല്ലല്ലോ, പിന്നെന്താ? ഉള്ളി നോക്കണ്ടേക്ക്. അമ്മ കടുകെടുത്തോടൊക്കെ ജീരകം പറയാ. എന്താണിപ്പോ എന്ത് അപ്പൊ ഈ കൊടുക്കണ്ട? എത്ര നേരമാവും നിന്നെ കാത്ത് നിന്ന്? ഇപ്പൊ വെള്ളം കിട്ടും പറഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട. എന്തതില്ല എനിക്ക് തരാൻ? വേണ്ട. മീൻകറി കൂട്ടി നല്ല ചോറ് തന്നെ. ഇത് കൂട്ടിട്ട് അങ്ങോട്ടില്ലാത്ത മാതിരി. അനിയേട്ടന് നല്ല ഇഷ്ടാവും. കാരണം എന്താ വെച്ചാ കോർക്കോ? എന്ത് കോർക്ക്? എന്താ തിന്നുന്ന തീറ്റ? ചൂടിക്കാരെ തിന്നും പോലെ. എന്താണ് ഇത്രയൊക്കെ രസമുണ്ടത്? അപ്പോഴും നന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ ഇങ്ങനെയൊക്കെ തിന്നിട്ട്. നോക്കും അപ്പറയാതിന്റെ രസം. രസം വേണ്ടെന്നാണ്. ഇത്ര രസം വേണ്ട തന്നെ. നിങ്ങൾ തന്നെ എടുത്ത് തന്നോളൂ. അതിൽ കുറച്ച് മീൻചാറ് വെച്ച് നോക്കിയ സുന്നെ. എന്താണ് നൂഡിൽസും മീൻചാറും അടിപൊളിയാ. ഒരു 10 കഷ്ണം കൂടി എടുത്ത് ഇക്കുണ്ട്. നമ്മുടെ മീൻകറി ഇനി മീൻ വറക്കണം. എന്ത് കോർക്ക? അല്ലെങ്കിൽ സാരല്ല, ഈ പിള്ളേണ്ട് കഴിക്ക്. അതൊക്കെ ഓരോരുത്തർ എടുത്തു കഴിഞ്ഞാൽ വെക്കണ്ടേ കാണാത്തേ. മുതിരിയും നമ്മുടെ വാഴമണിയില്ലേ, അതും പാടെ ഉപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പൊ മീൻ വറക്കണ്ടോ? ഒരു ആവി മീൻ വറുത്ത് വെച്ചാ ഞങ്ങൾക്ക് എനിക്ക് വേണ്ട കേട്ടോ അമ്മ ചോറ്. ഞാൻ നൂഡിൽസ് വെച്ച്. എനിക്ക് വേണ്ട, മതി. കഴിക്ക് സുവന്യെ. എന്താ നീ ഇങ്ങനെ കാടിവെള്ളം മൂന്നങ്ങട്?
അവർ കഴിക്കണേ. ഞാൻ അതിൽ ഉള്ളിയൊക്കെ വെട്ടി നുറുക്കിട്ടു കേട്ടോ. ഉള്ളി നുറുക്കിട്ടെ എന്നാൽ കടുകടേനും കടിക്കാൻ നല്ല സ്ഥലം. അതെ അതെ, അതാ പറഞ്ഞ കുറച്ച് 2 മത്തി എടുത്തിട്ടാ മതിയല്ലേ. കുഞ്ഞിന് വേണ്ടാ? കുഞ്ഞിന് വേണോ? അവരെ കുഞ്ഞിൻ്റെ മത്തി ഇട്ട് കൊടുത്തോ? ഞങ്ങളില്ലേ ഒരു പറ വെള്ളത്തിൽ വെക്കട്ടെ അല്ലേ കുഞ്ഞാ? വേണമെങ്കിൽ മത്തി എടുത്തോട്ടോ. ഇനിയിപ്പോ ഒരു രക്ഷയില്ലെങ്കിൽ അത് തന്നെ ചെയ്യാം ഏട്ടാ. അപ്പം അമ്മയുടെ മീൻകറി കാണിച്ചു തരാൻ വിചാരിച്ചു. അത് കാണിച്ചു തരാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഭയങ്കര ഫാസ്റ്റാണ്, വേഗം വേഗം കഴിഞ്ഞു അല്ലമ്മ? മീൻകറി കാണിച്ചു തരാറുണ്ട് തന്നെ. മീൻകറി വറുത്തതും മുളക് വറുത്ത പുളിയാണ് പറഞ്ഞാ കഴിക്കൂട്ടോ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ കിച്ചൂട്ടനെ നമ്മള് ചീത്ത പറഞ്ഞിട്ട് അവൻ ഇവിടേക്ക് പോകണുണ്ടല്ലോ, ക്ലാസ്സിന് പോകണ്ടല്ലോ ഇവിടെ. അപ്പൊ ആ സാറ് മീനും അതേപോലെ തന്നെ അവൻ കഴിക്കാത്ത പച്ചക്കറികളും ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചീശെ അവൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാറ് പറഞ്ഞു നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എല്ലാ സാധനം, കയ്പ്പയ്ക്ക കഴിച്ചിരുന്നില്ല, മീൻ കഴിച്ചിരുന്നില്ല, ഇപ്പൊ ഒക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. കുറച്ചീശെ കഴിക്കാൻ തുടങ്ങിട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു തന്നെയല്ലേ. എന്താ എല്ലാം അവിടെ പോകുമ്പോഴും ഈ ഒറ്റപ്പെട്ടും കൊണ്ടാവും അങ്ങനെയോ ഇങ്ങനെയോ. നല്ല സാറില്ലാട്ടാ കുട്ടിയോളെ, സാറില്ലേനും കുട്ടിയോളെ പറഞ്ഞതാക്കിയിട്ടേ. നമ്മൾ പറയുന്നേക്കാളെ അവർക്ക് വേറുള്ളവർ പറയുമ്പോൾ കേൾക്കുമല്ലോ അല്ലേ. അപ്പോൾ അവരും കഴിക്കാൻ തുടങ്ങി. എന്താണ്ടോ സുകന്യതാ ചട്ടിയോടെ കഴിക്കാൻ തുടങ്ങി. സുകന്യയുടെ നൂഡിൽസ് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സുകന്യക്ക് തന്നെ അറിയോ? സുകന്യല്ല എന്ത് തിന്നണത്? ഞാനാണ്. നാളെ എന്താ നൂഡിൽസ് വേണ്ടണ്ട? സുകന്യക്ക് കോളാണ്. ഞങ്ങള് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാട്ടോ. ഇന്നത്തെ കറിവേപ്പ് ഇല്ലേ, ഇന്നത്തെ അതുകൊണ്ട് ഞങ്ങൾക്ക് നൂഡിൽസ് സുകന്യ ഉണ്ടാക്കണ കഴിക്കാൻ കാണാൻ പറ്റിയില്ലേ? എന്താ ചിരി. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കണ്ടോ വെയിൽ, പാലക്കാട് ചൂടേറ്റാണ്ടല്ലോ, അടിപൊളിയാട്ടോ. പുറത്തത്തെ വെയിൽ 1.5 വെയിലാണ് അറിയാം. അപ്പോൾ നാളെ കാണാം കേട്ടോ.